ശരീരത്തിന്റെ മുഴുവൻ നാഡീഞരമ്പുകളും പ്രവർത്തിക്കേണ്ട സ്പൈനൽ കോഡ് തകർന്ന് ദുരിതം അനുഭവിക്കുന്ന നിരവധി പേരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ സ്പൈനൽ കോഡ് തകർന്ന് കിടപ്പിലായ രോഗികളെ അത്ഭുതകരമായ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് തിരുനാവായ താഴത്തറ സ്വദേശി ചങ്ങമ്പള്ളി ഗുരുക്കൾ. സ്പൈനൽ കോഡിന് കേടുപാടുകൾ സംഭവിച്ചാൽ ആ രോഗി പിന്നീട് എഴുന്നേറ്റ് നടക്കുന്നത് വളരെ ദുർലഭമാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഈ രോഗത്തിന് തക്കതായ ഒരു ചികിത്സയില്ലെന്ന് തന്നെ പറയാം. എന്നാൽ ഈ വാക്കും വൈദ്യശാസ്ത്രവും തോറ്റയിടത്താണ് പാരമ്പര്യ മർമ്മ ചികിത്സ മറ്റൊരു ചരിത്രം കുറിക്കുന്നത്. വാഹനാപകടങ്ങളിൽ പെട്ടും ഉയരങ്ങളിൽ നിന്ന് വീണും സ്പൈനൽ കോഡ് തകർന്ന നിരവധി പേരാണ് ദിവസവും താഴത്തറയിലെ ചങ്ങമ്പള്ളി കുഞ്ഞിപ്പ ഗുരുക്കളുടെ മർമ്മ ചികിത്സാലയത്തിൽ എത്തുന്നത്. ഇദ്ദേഹത്തിന് പാരമ്പര്യമായി കിട്ടിയ കഴിവും ഗുരുക്കളുടെ ചികിത്സാരീതിയും സമന്വയിക്കുമ്പോൾ പലരും മർമ്മ ചികിത്സാലയത്തിൽ നിന്നും തങ്ങളുടെ രോഗത്തിന് ശാന്തി ലഭിച്ച് നാട്ടിലേക്ക് മടങ്ങി. ഇതിലൊരാളാണ് കണ്ണൂർ ഇരിട്ടി സ്വദേശി പള്ളിത്തറയിൽ ഹംസ. ഇലക്ട്രിസിറ്റി കരാർ തൊഴിലാളിയായ ഇദ്ദേഹം 20 വർഷം മുമ്പ് മരത്തിൽ നിന്നും വീഴുകയായിരുന്നു. ആദ്യം ഹംസയ്ക്ക് നടുവേദന അനുഭവപ്പെട്ടെങ്കിലും വലിയ കാര്യമാക്കാതെ ജോലിയിൽ ഏർപ്പെട്ടു. പിന്നീട് അസഹനീയമായ വേദന ഉണ്ടായതിനെ തുടർന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയനായി. ഇതിനിടെ ശരീരം പൂർണ്ണമായും തളർന്ന് ഹംസ കിടപ്പിലായി. എല്ലുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാൻ ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുവെങ്കിലും സാമ്പത്തിക പ്രയാസം കാരണം അതിൽ നിന്നും പിന്മാറി. പിന്നീട് 6 മാസം 4 ചുമരുകൾക്കുള്ളിൽ ഹംസയുടെ ജീവിതം ഒതുങ്ങുകയായിരുന്നു. പിന്നീടാണ് ചങ്ങമ്പള്ളി കുഞ്ഞിപ്പ ഗുരുക്കളുടെ ചികിത്സയെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ കണ്ണൂരിൽ നിന്നും ആംബുലൻസിൽ സ്ട്രെച്ചറിൽ ഹംസ ചികിത്സാലയത്തിൽ എത്തി. ഗുരുക്കളുടെ ചികിത്സ ആരംഭിച്ച് 2 മാസം കൊണ്ട് പൂർണ്ണമായും തളർന്ന ഹംസയുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവും അനങ്ങി തുടങ്ങി. തുടർന്ന് 3 മാസത്തെ ചികിത്സ കൊണ്ട് ഹംസ പൂർണ്ണ ആരോഗ്യവാനായി മാറുകയായിരുന്നു. നടക്കുമ്പോൾ കാലിന് ചെറിയ വേദന ഒഴികെ ഒരു പ്രയാസവും ഇല്ലെന്നും ഗുരുക്കളുടെ ചികിത്സയിലൂടെ നഷ്ടപ്പെട്ട തന്റെ ജീവിതം തിരിച്ചു കിട്ടിയത് അത്ഭുതമായാണ് തനിക്ക് തോന്നുന്നതെന്നും ഹംസ കണ്ണീരോടെ പറയുന്നു. 2 മാസം കൊണ്ട് എന്നെ എണീച്ച് നിർത്തിച്ച് 2 മാസം നടത്തിച്ച് ഇപ്പം 3 മാസമായിട്ട് 3.5 മാസമായി ഇപ്പോൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എനിക്കെല്ലാ 100% പുസ്തകത്തിൻ്റെ കൈകൊണ്ട് തന്നെ പറയണം. ഇത്ര എനിക്ക് 100% പുസ്തകത്തിൻ്റെ കൈകൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. പുസ്തകത്തിന് വളരെ നന്ദിയുണ്ട്. എനിക്ക് ഉള്ളിലേക്ക് വരും. പക്ഷേ എത്തിപ്പെട്ട് വരാൻ വേണ്ടി ഒരു വഴി കാണിച്ചെന്ന് അവരുടെ നന്ദിയുണ്ട്. ഞാനിപ്പോൾ കിടപ്പിലേക്ക് പോയി സന്തോഷമുണ്ട്. കൂടുതൽ വെയിറ്റിൽ പണി എടുക്കുന്ന പ്രശ്നം ഉണ്ടായില്ല. പിന്നെ തൽക്കാലം വേദന വരുമ്പോൾ ആശുപത്രിക്ക് പോകും, ഗുളിക മേടിക്കും. പിന്നെ ചിലപ്പോൾ നാടൻ വൈദ്യുതിക്ക് പോകും, മരുന്ന് മേടിക്കും, തൈലണ്ട് മരുന്ന് കഴിക്കും. അങ്ങനെ ഈ കഴിഞ്ഞ ഡിസംബർ 31 ഒരു വേദന വന്നു. വേദന വന്നപ്പോൾ ഞാൻ രാവിലെ ഇരിട്ടിയിലൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ വീട്ടിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ട് പിന്നെ കാണിച്ചപ്പോൾ വേദനയ്ക്ക് ഇഞ്ചക്ഷൻ ചെയ്തു. അപ്പോൾ അന്നേരം വരികയും ചെയ്തു. പിന്നെ വൈകുന്നേരം വീണ്ടും വേദന ആശുപത്രിയിൽ പോയപ്പോൾ അവർ ഒരു ഇഞ്ചക്ഷൻ ചെയ്തു കൈക്ക്. ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ തന്നെ പറ്റ തന്നു, കംപ്ലീറ്റ് കാല് ഉള്ളായിട്ട് തന്നുപോയപ്പം പിന്നെ അന്ന് അവിടെ കടത്തി പിറ്റേന്ന് ആ ഓർത്തോ ഡോക്ടറിന് എന്നെ പറഞ്ഞ് പിന്നെ നിങ്ങളുടെ നരവിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ ന്യൂറോളജി ഡോക്ടറെ കാണിക്കണമെന്ന്. ആ ന്യൂറോളജി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കണ്ണൂർ മെഡിക്കൽ കോളേജ് കാണിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ് ഒരു MR സ്കാനിങ് ചെയ്യണം. MR സ്കാനിങ് പറഞ്ഞ് നിങ്ങളെ സുഷുമാനിക്ക് പിന്നെ വാറായിട്ടുണ്ട്, എല്ല് വാറായിട്ടുണ്ട്, സ്പൈനൽ കോഡിൻ്റെ എല്ല് വാറായിട്ടുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ വലിയുണ്ട്. അപ്പം ഞാൻ ഓപ്പറേഷൻ ഒന്നുമില്ല. അവിടെ തന്നെ പിന്നെ കോഴിക്കോട് ബേബിയിലേക്ക് ഒരു കത്ത് വന്നു. ആ കത്ത് മേടിച്ച് എന്നിട്ടാണ് ഈ കഴിഞ്ഞ ദിവസത്തിനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ട് കിട്ടി. മർമ്മ ചികിത്സയിലെ ദശമുറി ചികിത്സയാണ് സ്പൈനൽ കോഡ് തകർന്ന രോഗികൾക്ക് നൽകുന്നതെന്നും ഈ ചികിത്സ മർമ്മ ചികിത്സയുടെ മാത്രം പ്രത്യേകതയാണെന്നും കുഞ്ഞിപ്പ ഗുരുക്കൾ പറഞ്ഞു. ഇന്നും സ്പൈനൽ കോഡ് അപകടം പറ്റിയ രോഗികൾക്ക് 4 ചുമരിൻ്റെ അകത്ത് കിടക്കാൻ മാത്രമേ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം ഈ വരും തലമുറ മനസ്സിലാക്കേണ്ടതാണ്. ഈ ദൗത്യം ആദ്യമായിട്ട് ഞാൻ സ്പൈനൽ കോഡ് രോഗിയെ ചെയ്തത്, ആദ്യമായി ഈ പുറം ലോകം അറിയിച്ചത് മലബാർ വിഷനും പ്രത്യേകിച്ച് സലീമിൻ്റെ ഈ റിപ്പോർട്ടാണ് ഇന്ന് എല്ലാ മേഖലയിലേക്കും ഈ ഒരുപാട് രോഗികൾക്ക് പ്രതീക്ഷ അർപ്പിച്ചത് എന്ന് ഈ അവസരത്തിൽ ഞാൻ
പറയാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. ഒരുപാട് രോഗികൾ നിങ്ങൾ എൻ്റെ ഈ വാർത്ത കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എൻ്റെ അടുത്ത് ഡോക്ടർമാരുണ്ട്, അതുമാതിരി എഞ്ചിനീയർമാരുണ്ട്, ഉയർന്ന റാങ്കിലുള്ള ആളുകൾ ഈ സ്പൈനൽ കോഡ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ വിദേശത്തെ അമേരിക്കൻ ഡോക്ടർമാരുടെ ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ട് അവർക്ക് പോലും യാതൊരു പ്രോഗ്രസ് ഇല്ലാതെ രോഗികൾ നിത്യ രോഗികളായി അവർ ജീവിച്ചു മരിക്കുന്ന രോഗികളായിട്ടാണ് ഇവിടെ കാണാൻ. ജോലിക്കിടെ വീണ് പരിക്കേറ്റ സ്പൈനൽ കോഡ് തളർന്ന വടക്കാഞ്ചേരി സ്വദേശി അനൂപ് കുമാർ കേരളത്തിലെ പല ഡോക്ടർമാരുടെ ചികിത്സ തേടിയെങ്കിലും രോഗം മാറാത്തതിനെ തുടർന്ന് ചങ്ങമ്പള്ളി കുഞ്ഞിപ്പ ഗുരുക്കളെ സമീപിക്കുകയും 6 മാസത്തെ ചികിത്സ കൊണ്ട് സ്ട്രെച്ചറിന്റെ സഹായമില്ലാതെ നടക്കാൻ കഴിഞ്ഞ വാർത്ത ഡെൻ മലബാർ ന്യൂസ് മാസങ്ങൾക്ക് മുമ്പ് സംപ്രേഷണം ചെയ്തിരുന്നു. പല കാരണങ്ങളാൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി സംഭവിച്ച് ജീവച്ഛവമായി കിടക്കുന്നവർക്ക് ജീവിക്കാൻ പ്രചോദനം നൽകുകയാണ് ചങ്ങമ്പള്ളി മുഹമ്മദ് ഗുരുക്കൾ എന്ന കുഞ്ഞിപ്പ ഗുരുക്കൾ. സലീം തണ്ണീർച്ചാൽ, ഡെൻ മലബാർ ന്യൂസ്, തിരൂർ.